മികച്ച ക്രിക്കറ്റർമാരാൽ പേരുകേട്ട പാകിസ്ഥാൻ ഇന്ന് തിരിച്ചടികൾ മാത്രമാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ ക്രിക്കറ്റ് നശിച്ചു എന്ന് വിളിച്ചു പറയുന്നത് പാക് ആരാധകർ തന്നെയാണ്. ഏതെങ്കിലും ടൂർണമെന്റിലെ പരാജയം കണ്ടിട്ടുള്ള വിലാപവാക്യമല്ലത്. ആഭ്യന്തര ടൂർണമെന്റുകൾ പോലും നിറം മങ്ങി. മറ്റു രാജ്യങ്ങൾ വന്ന് കളിക്കാതെയായതോടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം പോലും ശരിയായ വിധം നടക്കുന്നില്ല. പാകിസ്ഥാൻ സൂപ്പർ ലീഗിൽ പോലും വലിയ താരങ്ങൾ എത്തുന്നില്ല. അതിനാൽ വലിയ സ്പോൺസർമാരുമില്ല. ആഭ്യന്തര തലത്തിൽ ക്രിക്കറ്റിനെ വളർത്താനുള്ള യാതൊന്നും ഇല്ലാതെയാകുന്നു. ക്രിക്കറ്റ് മാത്രമാണ് അവശേഷിക്കുന്ന വിനോദമെന്ന് അവർ ആവർത്തിക്കുന്നുമുണ്ട്. ഗ്രൗണ്ടിൽ ബാബറിനെയും റിസ്വാനെയും ഇമാമിനെയും അഫ്രീദിയെയും ഒക്കെ കാണുന്നതിനൊപ്പം വിരാടിനെയും ഗില്ലിനെയും രോഹിതിനെയും ബുംറയെയും ഒക്കെ കാണാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. കളിക്കളത്തിലും പുറത്തും ഇന്ത്യ പാക് താരങ്ങൾ കാണിക്കുന്ന സൗഹൃദത്തെ ആരാധകരും ആഗ്രഹിക്കുന്നുണ്ട്. ആയിരത്തി 1952 മുതൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സജീവമാണ് പാകിസ്ഥാൻ. 1992 അവർ ഏകദിനത്തിൽ ലോക ചാമ്പ്യന്മാരായി. 1999 പ്രഥമ ഏഷ്യൻ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് നേടി. 2000 2012 ഏഷ്യ കപ്പ് സ്വന്തമാക്കി. 2009 T20 ലോക ചാമ്പ്യന്മാരായി. നെഹ്റു കപ്പ്, ഓസ്ട്രേലേഷ്യ കപ്പ്, ഓസ്ട്രേലിയൻ ത്രിരാഷ്ട്ര പരമ്പര എന്നിങ്ങനെ കിരീടങ്ങളും സ്വന്തമാക്കിയിട്ടുണ്ട്. നിലവിലെ ചാമ്പ്യൻസ് ട്രോഫി ജേതാക്കളാണ് പാകിസ്ഥാൻ. ICC ഏകദിന റാങ്കിങ്ങിൽ ഇന്ത്യക്കും ഓസ്ട്രേലിയക്കും പിന്നിൽ 3-ാം സ്ഥാനമുണ്ട്. ടെസ്റ്റിലും T20യിലും 7-ാം സ്ഥാനം. വ്യക്തിഗത പ്രകടനം നോക്കിയാൽ ഏകദിന ബാറ്റിംഗിൽ ശുഭ്മാൻ ഗില്ലിന് പിന്നിൽ 2-ാം സ്ഥാനത്തുണ്ട് പാക് താരം ബാബർ അസം. T20യിൽ 7-ാം സ്ഥാനത്തും. ഏകദിന ബൗളർമാരുടെ പട്ടികയിലും ടെസ്റ്റ് ബൗളർമാരുടെ പട്ടികയിലും ആദ്യ 10-ൽ പാക് താരങ്ങളുണ്ട്. ആഭ്യന്തര, രാജ്യാന്തര, രാഷ്ട്രീയ സംഘർഷങ്ങളും സാമ്പത്തിക പ്രതിസന്ധിയും തീവ്രവാദം ഉയർത്തുന്ന വെല്ലുവിളികളുമൊക്കെ നേരിട്ടാണ് പാകിസ്ഥാൻ ക്രിക്കറ്റിൽ ചരിത്രം രചിക്കുന്നത്.